പീസ് ഇവിടെ പീസേ ഉള്ളൂ, രണ്ടാൾക്കും ഒരേ സൈസാ വേണ്ടിയോ, പെട്ടുപോയി ഞങ്ങള്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോഴൊക്കെ എന്താ ചെയ്യലേ? ഞങ്ങള് നിന്ന് അഡ്ജസ്റ്റ് ഞങ്ങളുടെ ആർക്കാണോ വിട്ടുകൊടുക്കാൻ പറ്റും, നിങ്ങൾ വിട്ടുകൊടുത്തോണിന്ന് അറിയാനാണ് ഞമ്മക്കൊന്നും പറയാനായി. വിട്ടുകൊടുക്കില്ല, നല്ല അടിയും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു മറ്റേ താത്ത റാഞ്ചാൻ പെട്ടെന്ന് ആ താത്ത പെട്ടെന്ന് ഊറ്റി പറിച്ചെടുത്ത് ഷെമി നല്ല രസമായില്ലേ. ചില പ്രിന്റ് വരുമ്പോ അതിന് ഭയങ്കര ഡിമാൻഡാണ്. ആ പ്രിന്റ് പിന്നെ ബ്ലാക്കിൽ ആ പ്രിന്റ് നമ്മളെ ഡെമ്മിയിലുള്ള അത്, പിന്നെ നമ്മളെ പഴയ ചെമ്പരത്തില്ലേ അതൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അടി നടന്ന പ്രിന്റുകൾ ഒരു 4-5 പ്രിന്റ് ഉണ്ട് ഇപ്പോഴും അടി നടക്കുന്ന പ്രിന്റ്. ഇതാണ് നമ്മളെ ഷോപ്പിലെ അവസ്ഥ. ചില സമയങ്ങളിലൊക്കെ നമ്മളെ സ്റ്റാഫിനെ കഷ്ടപ്പെട്ടു. കാരണം ഇത്രയും പ്രിന്റുകൾ, 100-ൽ കൂടുതൽ പ്രിന്റുകളെങ്കിലും മോഡസ്റ്റി പ്രിന്റഡ് അബായാസിന്റെ കളക്ഷൻസിൽ നമ്മളെ റസാൻ അറ്റേഴ്സിലുണ്ട്. എന്നാലും ഒരു 5-10 പ്രിന്റുകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. അത് ലാസ്റ്റിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പോലും പറ്റാറില്ല. എന്നാൽ ഇത്രയധികം പ്രിന്റുകൾ കൊണ്ടുവന്നിട്ടും ഒരു 5-10 പ്രിന്റിന് ഇത്രയധികം ഡിമാൻഡ് വരുമ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷെ എനിക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ. ഇതൊക്കെ ഈ ക്ലോത്തിങ് ബിസിനസ്സിൽ പറഞ്ഞതാണ്. എല്ലാ ഐറ്റംസും ഒറ്റയടിക്ക് സെയിൽ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ലോത്തിങ് ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങാം. ഇതുപോലുള്ള ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്ന കാരണം മനസ്സിലായില്ലേ? പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഓൺലൈനായിട്ടും ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ.